കഴിഞ്ഞ ഒരു 50 വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാലും എത്രത്തോളം ഇൻഡസ്ട്രിയൽ രീതിയിലൊരു ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്, അതൊരു ടീമായിട്ട് വന്നിട്ടുള്ളൂ. ഒരാൾ വിചാരിച്ചു എനിക്ക് ലോകം മാറ്റാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഒരാൾ വിചാരിച്ചു എനിക്ക് ബിസിനസ് ഒരു ടോപ്പ് രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഒരിക്കലും പറ്റത്തില്ല. ഇഫ് യു ആർ സ്റ്റാർട്ടിങ് സംതിങ്, അവനൊരു കോ ഫൗണ്ടർ വേണം, അവനൊരു ഫൗണ്ടിങ് ടീം വേണം, ഒരു ടീം മെമ്പേഴ്സ് വേണം. അപ്പോൾ ഒരു ടീം വളരുമ്പോൾ നമ്മളും അതേപോലെ ചെയ്യണം. ആൻഡ് ദെൻ അതേപോലെ നമ്മളൊരു ടാസ്ക് പ്രോപ്പർലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആണെങ്കിൽ, ഏറ്റവും കൂടുതൽ നമ്മളും ടീമിൽ ഏറ്റവും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്നല്ല. പൈസ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റും, ഇന്നായാലും നാളെ ആയാലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ സ്റ്റിക്കിങ് ഓൺ ദ പേർപ്പസ്, സ്റ്റിക്കിങ് ഓൺ ദ വിഷൻ, അവിടെ ഫോക്കസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും എളുപ്പമായിരിക്കും. പല ആൾക്കാർ നമ്മുടെ കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇപ്പോൾ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലിവിങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൊല്യൂഷൻസ് ആയിട്ടും അല്ലെങ്കിൽ ഐഡിയാസ് ആയിട്ട് വരുന്ന കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനി, അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലോകത്തിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്. നമ്മൾ കാരണം നമുക്ക് മാത്രം ജീവിക്കാനുള്ള, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസ് കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഭൂമിയൊക്കെ. അപ്പോൾ അത്തരം ഐഡിയാസ് ഒക്കെ ആയിട്ട് വരുന്ന ഇൻഡിവിജ്വൽസിനോടോ കമ്മ്യൂണിറ്റീസിനോടോ അല്ലെങ്കിൽ കമ്പനീസിനോടോ സ്റ്റാർട്ടപ്പുകളോടൊക്കെ എന്തെങ്കിലും ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസോ അങ്ങനെ എന്തെങ്കിലും പകർന്നു കൊടുക്കാനുണ്ടെങ്കിൽ ആൽവിൻ എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ ജനറേഷനിൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇന്ത്യയിലെ കുറവാണെങ്കിലും അക്രോസ് യൂറോപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മൾ 100x മുമ്പിലാണ്. ആൻഡ് സസ്റ്റൈനബിലിറ്റി ശരിക്കും ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാർ പറയാറുണ്ട് അത് പുറകിലാണ്, അതിനൊരു ബിസിനസ് ഇല്ല അവിടെ, ഇല്ലെങ്കിൽ ഒരു ഇതില്ല. സോ പക്ഷെ അത് തെറ്റാണ്. ബിക്കോസ് ക്ലൈമറ്റ് ടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബൂം ഫോർ ദ നെക്സ്റ്റ് 10 to 50 years. അപ്പൊ അത് യൂറോപ്പിലും US-ലും പ്രൂവൻ ആവുകയാണ്. ബിക്കോസ് EV ഈസ് എ ക്ലൈമറ്റ് ടെക്. ഇലക്ട്രിക് വെഹിക്കിൾ ഇപ്പം നമ്മൾ കാണുന്നു, നമ്മൾ വിചാരിക്കാത്ത കാര്യമാണ് ഇപ്പം ഒരു ഭയങ്കരമായിട്ട് ബൂമായിട്ട് വരുന്നത്. ആൻഡ് അത് ഡയറക്ട്ലി ഈസ് സപ്പോർട്ടിങ് ദി എൻവയൺമെന്റ്. സെയിം തിങ് ആണ് സസ്റ്റൈനബിലിറ്റി എല്ലാം. ബിക്കോസ് നാളെ എനിക്ക് 10 മിനിറ്റിനുള്ളിൽ വീട്ടിൽ ഡെലിവറി വേണമെന്ന ആവശ്യമാണോ, അത് ഭൂമി രക്ഷിക്കുന്നതാണ് ആവശ്യമാണോ? ബിക്കോസ് ഡെഡ് പ്ലാനറ്റിൽ ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എല്ലാം നല്ലതാണ്. പക്ഷെ സസ്റ്റൈനബിലിറ്റി വരുന്നതിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളേജ് ഗ്രാജുവേറ്റ്സ് ആയാലും എല്ലാവർക്കും ഇപ്പം സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഏരിയയാണ്. ഐ വാണ്ട് ടു ഡു സംതിങ്, ഐ വാണ്ട് ടു ഡു മൈ ബോസ്. പക്ഷെ ഇത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല. സോ ഒരു പേർപ്പസ് വെച്ചിട്ട് വേണം യു ഹാവ് ടു സ്റ്റാർട്ട് സംതിങ് എന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് ഒരു പേർപ്പസ് ഉള്ള കാരണം, അല്ലെങ്കിൽ ഓക്കെ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ കാരണമാണ് വി ഫൗണ്ടഡ് ദിസ്. വി നെവർ ഫൗണ്ടഡ് എനിക്ക് അടുത്ത ഒരു വർഷത്തിൽ 1 കോടി ഉണ്ടാക്കണം, 10 കോടി ഉണ്ടാക്കണം, 50 കോടി ഉണ്ടാക്കണം. നമ്മളുടെ പേർപ്പസിൽ അലൈൻ ചെയ്ത് ആൾക്കാരും ടീമും ഇൻവെസ്റ്റേഴ്സും വരുമ്പോൾ എവ്രി വൺ ബിലീവ്സ് ഓൺ ദാറ്റ് പേർപ്പസ് അവിടെ ഉണ്ടെങ്കിൽ യു വിൽ ഗ്രോ ഇവൻച്വലി. സോ സസ്റ്റൈനബിലിറ്റിയിൽ വരുന്ന ആൾക്കാരും ഉള്ള ആൾക്കാരും ദേ ആർ ഡൂയിങ് എ വെരി അമേസിങ് ജോബ്. ഡു ഇറ്റ്, ഡോ നോട്ട് സ്റ്റോപ്പ്, ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയില്ലേ. അപ്പോൾ അതെനിക്ക് പറയാനുള്ളൂ. ആൻഡ് വി ഹാവ് എ very huge scope in the next 10-20 years of time, because climate tech is something ഭയങ്കര ഒരു ഗ്രോയിങ് ഫേസിലാണ്. ഇന്ത്യയിൽ അത് ഒരു കുറവാണെങ്കിൽ ഐ ബിലീവ് പുറത്തുള്ള കമ്പനീസ് ഇന്ത്യയിൽ വന്ന് EV ലോഞ്ച് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുള്ള കമ്പനീസ് EV സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് എ ഹ്യൂജ് പൊട്ടൻഷ്യൽ.